രേണു, ഈ ഇനി മധ്യവേനലവധി എന്ന് പറയുന്ന ആ ഒരു സംഭവം, ഇനി വേനലവധി എന്നത് മാറാൻ പോവാണ് അല്ലെ? അപ്പം എങ്ങനെയായിരിക്കും ഇപ്പം മെയ് ജൂൺ, സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളില് അല്ലെ, അത് കഴിഞ്ഞിട്ട് ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുന്നു അല്ലെ, പ്രവേശനോത്സവം, ഒരു മഴയൊക്കെ അല്ലെ, ഒരു മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് 1-ാം ക്ലാസ്സില് അമ്മയുടെ കൈ അതൊരു നൊസ്റ്റാൾജിയായിരുന്നു അല്ലെ. അപ്പൊ അത് മാറ്റാൻ വേണ്ടി അങ്ങനെ ഒരു തീരുമാനം വ്യക്തിപരമായി തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. അതായത് ഈ ജൂൺ ജൂലൈ മാസം നമുക്കറിയാം ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക അല്ലെ. എനിക്ക് വന്ന് ഇപ്പം ഈ പ്രാവശ്യമൊക്കെ മെയ് ആദ്യം മഴ തുടങ്ങിയിട്ടില്ലേ? ഇപ്പൊ മഴക്കാലത്ത് മഴ അല്ലെങ്കിൽ വെയിലുള്ളപ്പോ വെയില്, വേനല് കാലത്ത് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വേനലിലും മഴ കിട്ടാറുണ്ട്, ചിലപ്പോ മഴ പെയ്യേണ്ട സമയത്ത് ചിലപ്പോ പൊരി വെയിലായിരിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ അങ്ങനെയല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വർഷമാണ് കറക്റ്റ് ആയിട്ട് മഴക്കാലത്ത് മഴ കിട്ടിയതെങ്കിലും, പക്ഷെ ഈ വർഷം വെയിലുള്ള സമയത്തേ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മെയ് സാധാരണഗതിയിൽ ഇത് നമ്മളെ വേനലവധി എന്നാണ്, അതായത് കുടിവെള്ളം കിട്ടാത്തൊരു പ്രശ്നം പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്രയും കടുത്ത വേനലായിരിക്കും ഈ മാസങ്ങളിൽ. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ അല്ലെ അവധി, ആ സമയത്ത് അവധി കൊടുത്ത് തുടങ്ങിയത്. അത് പിന്നെ മധ്യവേനൽ അവധി കാലം മഴയും നല്ല രീതിക്ക് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ വെക്കേഷൻ മന്ത്രി പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയുണ്ട്. സ്കൂളുകൾ അടച്ചിടുന്നു. പിന്നെ സ്കൂളുകളിൽ പലതും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നു. ശരിക്കും ഒരു മാറ്റം വരണം അല്ലെ. നമ്മുടെ സ്കൂളുകൾ ഇത്ര അടച്ചിട്ട് മറ്റു സ്ഥാപനങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഇപ്പൊ സർക്കാരിന്റെ കീഴിൽ തന്നെ ഓരോ ഷെൽട്ടറുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എന്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ? പിന്നെ ഇനിയിപ്പം വരും വർഷങ്ങളിലൊക്കെ ഇത് തുടർന്നുകൊണ്ടിരിക്കുവല്ലേ, കാലാവസ്ഥ മഴ ശക്തം തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരിടം ഒരുക്കാന്നുള്ളത് ഒഴിവാക്കാൻ പറ്റും. സ്കൂള് കുട്ടികൾക്ക് ഭയങ്കര അതായത് മഴ പെയ്യട്ടെ. അതെ, അത് കുട്ടികൾ അങ്ങനെ. പക്ഷെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയ കുഴപ്പമില്ല, അത് ക്യാമ്പ് ആക്കാം, അങ്ങനെ ഇവർ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെ വേറെ അതോ ഇനി അത്യാവശ്യം എല്ലാവർക്കും സ്ഥലം കിട്ടാത്തതും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം ബാത്റൂം ആയാലും കിച്ചൺ ആയാലും. നമ്മളിപ്പം കുട്ടനാട് താലൂക്ക്, മിക്കപ്പോഴും കുട്ടനാട് താലൂക്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നമ്മൾ പത്രങ്ങളിൽ കാണാം, നമ്മൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ. ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ, ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും സ്കൂളിൽ പോകുന്നതിന്റെ ഒരു സുഖം അത് കിട്ടില്ലല്ലോ. അത് മാത്രമല്ല, ഇത് ഈ അവധിക്ക് വേണ്ടി കേഴുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ കളക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവധി പ്രഖ്യാപിക്കാത്തതൊക്കെ അങ്ങനെയൊക്കെ ചില. പിന്നെ ഒരു രസം എന്താ വെച്ചാൽ അവധി പ്രഖ്യാപിക്കുന്ന തലേന്ന് വരെ പെരും മഴയായിരിക്കും, ഭയങ്കര കനത്ത ശക്തമായ മഴ കാരണം സ്കൂള് നാളെ അവധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോ പൊരി വെയിലായിരിക്കും. അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ 2 മാസം വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ പോവാണ്. അതും നല്ല മഴക്കാലമാണ്. പക്ഷെ കുട്ടികള് ഈ വേനലവധി പറയണത് എന്താ, കുട്ടികൾ അത്രയും ഇപ്പൊ 10 മാസത്തോളം നമ്മള് സ്കൂളിൽ പോയി പഠിച്ച് ക്ഷീണിച്ചവർക്ക് ഒരു 2 മാസം എൻജോയ് ചെയ്യാനുള്ള സമയമാണ് ഈ വേനലവധി. അത് നല്ല ശക്തമായ മഴയും പെരുമഴയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മഴയത്ത് അവധി കിട്ടുമ്പോഴല്ലേ അതിനൊരു സുഖം. പക്ഷെ എന്നാലും വീട്ടിൽ നിന്ന് ചിലപ്പോ പുറത്തേക്കൊന്നും വിടൂല. ഇപ്പത്തെ മക്കളെ തീരെ വിടില്ല. പണ്ടാണെങ്കിൽ നമ്മള് പാടത്തിലും പറമ്പിലൊക്കെ, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട് നാട്ടിൻപുറത്താണ്, അപ്പൊ പാടത്തായാലും മഴ കൊള്ളാനായാലൊക്കെ നമ്മള് പോവാറുണ്ട്. പക്ഷെ ഇപ്പത്തെ മക്കൾ അങ്ങനെ വിടുവോ? എല്ലാവരും ഫോണും കൊടുത്ത് വീട്ടിലിരുത്തുന്ന ഒരു സാഹചര്യം. പക്ഷെ എന്നാലും മുറ്റത്തേക്ക് തന്നെ ഒന്ന് മണ്ണിൽ കളിക്കാനൊന്നും വിടാത്ത പാരന്റ്സ് ആണ് ഇപ്പത്തെ കാലത്ത്. എല്ലാരും CBSE സ്കൂളില് പഠിപ്പിച്ചിട്ട്. മാതാപിതാക്കൾ മാറേണ്ട. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് വേനലവധി മാറിയാൽ കുറച്ച് മഴയൊക്കെ കൊണ്ട് പനിയൊക്കെ പിടിച്ച് കിടക്കണം. അങ്ങനെയൊക്കെ വളർന്നു വന്ന ആളുകൾക്കാണ് ഒരു നമുക്ക് എന്താ പറയാ ഈ മണ്ണിനോട് ചേർന്ന് നിന്ന്. പക്ഷെ എനിക്കിപ്പോ പകുതിയാ. ഒന്ന് ഇങ്ങനെ സ്കൂളുകൾ അവധി അടച്ചുപൂട്ടലൊക്കെ മഴ ആയതുകൊണ്ട് ഈ മന്ത്രിയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. കാരണം അതൊരു നല്ല തീരുമാനം. പക്ഷെ ഇങ്ങനെ പക്ഷെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അത് പറയുമ്പോ
പെരുമഴ 2 മാസം മൊത്തത്തിൽ മഴയാകുമ്പോ നമുക്കൊന്ന് വിരുന്ന് പോകാനോ അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കാനോ. മറ്റേത് വെയില് കുട്ടികൾ മറക്കാണ്. ഗ്രൗണ്ടിലൊക്കെ പൊള്ളുന്ന വെയിലാണെങ്കിലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുട്ബോളും ക്രിക്കറ്റും എല്ലാ കളികളും നടക്കും. എനിക്ക് തോന്നുന്നത് ഈ മഴയത്ത് ഇപ്പം ആദ്യമായിട്ട് മഴയത്ത് കളിക്കാതെ എത്ര ദിവസം കളിക്കാൻ പോകുന്ന ഒരു കുട്ടി രാവിലെ പെരുമഴയത്ത് എഴുന്നേറ്റ് കുളിപ്പിച്ച് അതാ പറഞ്ഞ 2 ഭാഗം അത് കുട്ടികൾക്കെന്നല്ല, ഈ നമുക്ക് പോലും മഴയത്ത് ഇപ്പൊ രാവിലെ എണീറ്റ് ജോലിക്ക് വരാന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും മഴ പെയ്താൽ കുളിക്കാറില്ല. അത് കുളിക്കുന്നതല്ല, എണീക്കും മടിയല്ലേ. പൊതപ്പ് നല്ലൊരു തീരുമാനം ആണെന്നാണ് എനിക്ക് തീരുമാനം. അങ്ങനെ മൊത്തത്തില് നല്ലതെന്ന് പറയാനും തോന്നുന്നില്ല. കാരണം കുട്ടികൾക്ക് ആകെ മഴയത്ത് കളിക്കാന്നുള്ള ഒരു എൻജോയ്മെന്റ് മാത്രമേ അപ്പൊ കിട്ടുള്ളൂ. ഒന്ന് എവിടെയും പോവാനോ തീരുമാനം എടുക്കട്ടെ, എല്ലാവരും ചർച്ച ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. നോക്കാം നമുക്ക്.